ആഡ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്. ഇനി ആ കീവേഡ് പ്ലസ് അടിച്ചേ. പ്ലസ് അവിടെ കീവേഡ് ഇങ്ങനെ കോഡ്സ് സ്റ്റാർട്ട് ചെയ്തേ. കോഡ്സ് ഒറ്റ മിനിറ്റ്. നമ്മുടെ ഒരാള് അവിടെ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡബിൾ കോഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് എഴുത് SEO ട്രെയിനിങ് ഇൻ കൊച്ചിൻ. അല്ല, ഫുൾ സ്റ്റോപ്പ് ആണ്. ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ അതിന്റെ ആ ബോക്സിന്റെ അടിയിൽ എഴുതിക്കണ്ട മാച്ച് ടൈപ്സ്, കീവേഡ്, ബ്രോഡ് മാച്ച്, കീവേഡ്, ഫ്രേസ് മാച്ച് എന്ന് അടി കണ്ട തൊട്ട് താഴെ ഒന്ന് സെലക്ട് ചെയ്ത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഡബിൾ കോഡ്സിൽ കൊണ്ടുപോയി കീവേഡ് ആഡ് ചെയ്യാം. അത് സേവ് ചെയ്യും. താഴെ കണ്ട ആ കോഡ്സിൽ വന്നു. ഉണ്ടാ ഡബിൾ കോഡ്സ് ഉണ്ടാ? താഴെ SEO കോഴ്സസ് ഇൻ കൊച്ചി ഉണ്ട്, അതിന് ഡബിൾ കോഡ്സ് ഇല്ല. കോഡ്സിൽ ഇട്ടാല് SEO, അതായത് നിങ്ങൾ ആദ്യം ഇട്ടിരുന്ന വെറുതെ SEO ട്രെയിനിങ് ഇൻ കൊച്ചി എന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഇന്നലെയൊക്കെ കീവേഡ് ഇട്ടില്ല, അതിനെ പറയണതാണ് ബ്രോഡ് മാച്ച്. ശ്രദ്ധിക്കാം. നമുക്ക് നിങ്ങൾ ഇപ്പൊ ഇട്ടിരിക്കുന്ന കീവേഡ് ആണ് ബ്രോഡ് മാച്ച്. മനസ്സിലായോ? ഇപ്പൊ ഇട്ടതല്ല, അത് ഇന്നലെ ഇട്ടത്. അതിന് സിമ്പിൾ ഒന്നും ഇട്ടില്ലല്ലോ, ഇട്ടോ? ഇല്ല. അതായത് നിങ്ങൾ ബ്രോഡ് മാച്ചിൽ ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ സപ്പോസ് ബ്രോഡ് മാച്ചിൽ എഴുതിയിരിക്കുന്ന ഒരു കീവേഡ് ആണ് വുമൻസ് ഹാറ്റ്സ് എന്ന് നിങ്ങൾ കീവേഡ് എൻ്റർ ചെയ്തു. അങ്ങനെ എൻ്റർ ചെയ്താൽ എന്തൊക്കെ തരത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് വരും എന്നാണ് പറയുന്നത്. ക്ലോസ് വേരിയേഷൻസ് ഓഫ് ദ കീവേഡ്, റിലേറ്റഡ് സെർച്ചസ്, another relevant variation, the words in the keyword don't have to present in a user search. മനസ്സിലായോ? അതായത് അതിലുള്ള പ്രധാനപ്പെട്ട വേറൊരു ടൈപ്പ് പറഞ്ഞിട്ടുണ്ടോ? The words in the keyword don't have to be present in a user search. നിങ്ങൾ ഇപ്പൊ വുമൻസ് ഹാറ്റ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്, അത് സെർച്ചിൽ ഉണ്ടാവണം എന്നില്ല. അതിന്റെ ക്ലോസ് വേരിയേഷൻസുമായി ബന്ധപ്പെട്ട് എന്ത് സെർച്ച് ചെയ്താലും നമ്മുടെ ആഡ് വരും. അപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് വുമൻസ് ഹാറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ബൈ ലേഡീസ് ഹാറ്റ് സെർച്ച് ചെയ്താൽ നമ്മുടെ ആഡ് വരും. വുമൻസ് ക്ലോത്തിങ് നമ്മുടെ ആഡ് വരും. വുമൻസ് കാർസ് നമ്മുടെ ആഡ് വരും. വിന്റർ ഹെഡ് വിയർ ഫോർ വുമൺ നമ്മുടെ ആഡ് വരും. ഫ്രേസ് മാച്ച് ആണ് ഇപ്പൊ ചെയ്തത്. വുമൻസ് ഹാറ്റ്സ് നിങ്ങൾ ഫ്രേസിൽ ഇട്ടു, എന്തുകൊണ്ട് സംഭവിക്കണമെന്ന് പറയാൻ പോകുന്നത്. മാച്ചസ് ഓഫ് ദ ഫ്രേസ് ഓർ ക്ലോസ് വേരിയേഷൻസ് ബട്ട് വിത്ത് അഡീഷണൽ വേർഡ്സ് ബിഫോർ ഓർ ആഫ്റ്റർ ക്ലോസ് വേരിയേഷൻ ഇൻക്ലൂഡ് ടേംസ് വിത്ത് ദ സെയിം മീനിങ്. അതിൽ വുമൻസ് ഹാറ്റ് എന്ന് പറയുന്ന സാധനം എന്തുണ്ടാവണം? നമ്മുടെ സെർച്ചിൽ ഉണ്ടായിരിക്കണം. അതിന് മുന്നേ എന്തുണ്ടായാലും കുഴപ്പമില്ല, അതിന് ശേഷം എന്തുണ്ടായാലും കുഴപ്പമില്ല. നിങ്ങളുടെ ആ കോഡ്സിൽ ഉണ്ടായിരിക്കുന്ന വേർഡ് ആൾക്കാർ സെർച്ചിങ്ങിൽ ഉണ്ടാവണം. അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി വിചാരിച്ച് കുഴപ്പമില്ല. ഇപ്പൊ വുമൻസ് ഹാറ്റ് എന്ന് പറയുന്നത് ഹാറ്റ്സ് ഫോർ വുമൺ ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ലേഡീസ് ഹാറ്റ്സ് ഫോർ ലേഡീസ്, വുമന്റെ തന്നെ സിനോണിമസ്. ക്ലോസ് വേരിയേഷൻസ് കുഴപ്പമില്ല, പക്ഷെ ആ ടേം സെർച്ചിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങളുടെ സൈഡിലേക്ക് കുറേം കൂടി എന്ത് വരും? ക്വാളിറ്റി ട്രാഫിക് വരും. പ്ലസ് അടി ഇങ്ങനെ കൊടുക്ക്. ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് കൊടുക്കുക SEO ട്രെയിനിങ് ഇൻ കൊച്ചി.
ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് കീവേഡ് കൊടുക്കാം. ഇതിനാണ് പറയുന്നത് എക്സാക്ട് മാച്ച്. ബുക്കിൽ എഴുതുക, സേവ് ചെയ്യും. Exact terms or close variation that exact term with the same meaning ആയിരിക്കണം. Woman's hat, ladies hat, hats or woman hats, woman. അത് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു വന്നു വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അതിന് മുന്നൊന്നും ഉണ്ടാവാൻ പാടില്ല, അതിന് ശേഷം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവിടെ കീവേഡ് ആഡ് ചെയ്ത് പ്ലസ് അവിടെ എഴുത് പ്ലസ് SEO പ്ലസ് ട്രെയിനിങ്. സേവ് ചെയ്തോ. ഇങ്ങനെ നിങ്ങൾക്ക് ആഡ് ഇടാം. ഇതിനെ പറയുന്നതാണ് എന്ത്? ബ്രോഡ് മാച്ച് മോഡിഫയർ. അതെന്താ പറഞ്ഞേക്കണേ? All the term designated with a sign or close variations of those terms in any order. Close variations include terms with the same meaning. Additional words may appear before, after, or between the terms. ആ പറഞ്ഞിരിക്കുന്ന രണ്ട് ടേം മതി, അതിന്റെ ക്ലോസ് വേരിയേഷൻസ് വന്നാൽ മതി. അതിന് മുന്നോ അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതായത് ഫ്രേസ് മാച്ച് ആയിട്ട് കുറേ കൂടി റിലേറ്റഡ് ആണ്. ഫ്രേസ് മാച്ച് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫ്രേസ് മാച്ചിന്റെ ഇടയിലൊന്നും പാടില്ല, അതിന് ശേഷം അതിന് മുന്നാണ് പാടുള്ളൂ. ഇത് അങ്ങനെയല്ല, അതിന്റെ ഇടയിൽ വരാം, എന്നും വരാം, പക്ഷെ രണ്ട് ടേം ഉണ്ടാവണം. അപ്പൊ ബ്രോഡ് മാച്ച് മോഡിഫയർ എന്നാണ് അതിനെ പറയണേ. ഇതാണ് 4 കീവേഡ് മാച്ചിങ് ഓപ്ഷൻസ്. 1 ബ്രോഡ് മാച്ച്, 2 ഫ്രേസ് മാച്ച്, 3 എക്സാക്ട് മാച്ച്, 4 ബ്രോഡ് മാച്ച് മോഡിഫയർ. അടുത്തത് നെഗറ്റീവ് കീവേഡ് എന്ന് പറയും. ആ കീവേഡ് ഉപയോഗിച്ചാൽ നമ്മുടെ ആഡ് വരരുത്. മറ്റേന്റെ ഓപ്പോസിറ്റ്. മറ്റേത് കീവേഡ് എൻ്റർ ചെയ്യുമ്പോൾ ആ കീവേഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ആഡ് വരും. അതായത് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഫ്രേസ് മാച്ച് ഉപയോഗിച്ചിട്ട് നെഗറ്റീവ് കീവേഡ്സ് ഉപയോഗിക്കാം. ഫ്രേസ് മാച്ചിന്റെ പ്രത്യേകത അതിന് മുന്നും അതിന് ശേഷം നമ്മൾ പല വേർഡുകൾ ആൾക്കാർ ഉപയോഗിക്കും. ഒരു എക്സാമ്പിൾ പറയാണ്, SEO ട്രെയിനിങ് ഇൻ കൊച്ചി. ഇതാണ് നമ്മൾ ഫ്രേസ് മാച്ചിൽ ഇട്ടേക്കുന്നത്. ഒരാൾ ഗൂഗിൾ ചെന്ന് സെർച്ച് ചെയ്യാണ് ഫ്രീ SEO ട്രെയിനിങ് ഇൻ കൊച്ചി, നമ്മുടെ ആഡ് വരരുത്. അപ്പൊ അതിലെ ഫ്രീ എന്ന് പറഞ്ഞ ടൈം എവിടെ കൊണ്ടിടണം? നെഗറ്റീവിൽ ഇടണം. അപ്പൊ ഒരു ഫ്രേസ് മാച്ചിലുള്ള കീവേഡ് ഇട്ടിട്ട് ഏറ്റവും മാക്സിമം നെഗറ്റീവ് കീവേഡുകൾ ആഡ് ചെയ്യണം. If you have to get എക്സാക്ട് മാച്ച് എന്ന് പറഞ്ഞാല് കുറെ നല്ല നല്ല ക്ലിക്കുകൾ നഷ്ടപ്പെടാം. എക്സാക്ട് മാച്ചില് ആൾക്കാർ അങ്ങനെ തന്നെ സെർച്ച് ചെയ്യണം, അങ്ങോട്ടൊക്കെ മാറ്റി സെർച്ച് ചെയ്യും അല്ലെ? ആൾക്കാർ എന്താ സെർച്ച് ചെയ്യുന്നതല്ല, പക്ഷെ നമുക്കത് ഫ്രേസ് മാച്ച് വെച്ച് കുറെ ബ്ലോക്ക് ചെയ്യാം. നെഗറ്റീവ് കീവേഡ് വെച്ച് കുറെ ബ്ലോക്ക് ചെയ്യാൻ പഠിക്കണം. ആ ലെഫ്റ്റ് സൈഡിൽ സെർച്ച് കീവേഡ് കണ്ടോ? ആ അതിന്റെ താഴെ കണ്ട നെഗറ്റീവ് കീവേഡ് പ്ലസ് അടി. താഴെ നെഗറ്റീവ് കീവേഡ് ഉണ്ടോ? ഫ്രീ എന്നിട് ഫ്രീ. ഓക്കെ, അതിന്റെ താഴെ എൻ്റർ അടിച്ച് ബുക്സ്, താഴെ അടി ജോബ്സ്, സേവ് ചെയ്യും. ഇതാണ് നെഗറ്റീവ് കീവേഡ്. ഇങ്ങനെ ആഡ് ചെയ്യാം. ഇനി ഒരാൾ വന്നിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാണ് SEO ട്രെയിനിങ് ജോബ്സ്, നമ്മുടെ ആഡ് വരണ്ട. അതന്നെ അവൻ SEO പഠിച്ചാൽ ജോബ് അന്വേഷിക്കണവനാണ്. അപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ മനസ്സിലായി സെർച്ച് കീവേഡ്, നെഗറ്റീവ് കീവേഡ് എന്താണെന്നുള്ളത്. സെർച്ച് കീവേഡ് എന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന കീവേഡ്, ശരിയല്ലേ? അതിൽ മൂന്നാമത്തെ ഒരെണ്ണം കണ്ട സെർച്ച് ടേംസ്, അത് ക്ലിക്ക് ചെയ്ത് എന്താണ് റിയൽ സെർച്ച്. നിങ്ങൾക്ക് നെഗറ്റീവ് ടേംസിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും. ഇപ്പൊ ചിലവർ സെർച്ച് ചെയ്യണം ഫ്രീ SEO ട്രെയിനിങ് ഇൻ കൊച്ചി എന്നായിരിക്കും സെർച്ച് ചെയ്തപ്പോൾ നമ്മുടെ ആഡ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് ബന്ധം. അപ്പൊ ഫ്രീ എന്ന് പറഞ്ഞ ടൈം നിങ്ങൾ നെഗറ്റീവ് കൊണ്ടിടണം. ഇതിനാണ് ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറയാ.
ഡെയിലി ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്യണം. അതേപോലെ നല്ല നല്ല സെർച്ചുകൾ കാണും, അത് അങ്ങനെ എടുത്ത് പുതിയ കീവേഡായിട്ട് ആഡ് ചെയ്യണം. രണ്ടും ചെയ്യാം. നെഗറ്റീവിൽ നിങ്ങൾക്കുള്ള ഐഡിയ കിട്ടും, പുതിയ കീവേഡിലെ ഐഡിയ കിട്ടും. എൻ്റെ ഒരു ക്ലയന്റിന്റെ അക്കൗണ്ടാണ്, അതായത് ലോജിസ്റ്റിക്സ് കോഴ്സസ് ഓൺലൈൻ വഴി കൊടുക്കുന്നുണ്ട് അവര്. കണ്ട, നമ്മളിട്ടിരിക്കുന്ന ബഡ്ജറ്റ് ആണ്, നമുക്ക് 49 ക്ലിക്ക് കിട്ടി, 525 ഇംപ്രഷൻ കിട്ടി. ഒരു ക്ലിക്കിന് 56 രൂപയായി എന്നൊക്കെയുള്ള കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ആയി എന്നുള്ള. ഇനി ഇതിന്റെ റിയൽ സെർച്ച് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞാൻ എല്ലാവരും ഫ്രേസ് മാച്ചിൽ ഇട്ടേക്കണേ. ഇനി ഇവിടെ സെർച്ച് ടൈംസ് എടുത്തു കഴിഞ്ഞാൽ റിയൽ സെർച്ച് കിട്ടും. കണ്ട, ഓൺലൈൻ ലോജിസ്റ്റിക്സ് കോഴ്സ്, കൃത്യമാണത്. ലോജിസ്റ്റിക്സ് കോഴ്സ് ഓൺലൈൻ, ഓൺലൈൻ സർട്ടിഫിക്കേഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് കോഴ്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഓൺലൈൻ കോഴ്സ്, ഓൺലൈൻ ലോജിസ്റ്റിക്സ് കോഴ്സ്. ഇതാണ് റിയൽ സെർച്ച്. കാണാം. ക്ലിയർ ആയോ? ഇപ്പൊ എനിക്ക് തോന്നാണ് ഇതിൽ എന്തെങ്കിലും ഒരു വേർഡ്, ഇതൊക്കെ റിയൽ ആണ് എനിക്ക്, അപ്പൊ നല്ല നല്ല ക്ലിക്കുകളാണ്. ഇനി എനിക്ക് ആരെങ്കിലും ഇതിൽ നെഗറ്റീവ് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പൊ ചിലവർ ഇങ്ങനെ വേണ്ടി സെർച്ച് ചെയ്യണ്ടാവും, ജോബ്സ്, ഓൺലൈൻ ലോജിസ്റ്റിക്സ് ജോബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുത്തിട്ട് നെഗറ്റീവിൽ കൊണ്ടിടാം. ചിലവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ട്രാക്കിംഗ്, അതായത് ചിലവർ ലോജിസ്റ്റിക്സ് ട്രാക്കിംഗ് കോഴ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടാവും, ഫ്രീ എന്നൊക്കെ പറഞ്ഞതൊക്കെയാണ് നെഗറ്റീവിൽ ഇട്ടേക്കുന്നത്. അപ്പൊ ഈ റിയൽ സെർച്ച് കാണുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ക്വാളിറ്റി വന്നിട്ടുണ്ടോ ഇല്ലേ. നമ്മുടെ സൈഡിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന്റെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മൾ ഇതിൽ ആഡ് കണ്ടു, നമുക്കറിയാം പ്രീമിയം 2-3 BHK ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. അറിയാലോ. പ്രൈസ്ഡ് അറ്റ് ജസ്റ്റ് ₹37 lakhs, അത് നിങ്ങൾക്കറിയാം. ഈ confidentgroup.com എഴുതിയിട്ട് ഒരു ഫോൺ നമ്പർ എഴുതിക്കണുണ്ടോ? അത് സെലക്ട് ചെയ്ത്. ഇത് നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല, എങ്ങനെ ആഡിൽ വരുത്തണമെന്ന്. പഠിച്ചോ? ഇല്ല. അതേപോലെ അതിന്റെ തൊട്ട് താഴെ കണ്ട റെഡി ടു ഓക്യുപ്പൈ, അതെങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ടോ? ന്യൂലി ലോഞ്ച്ഡ്, അതെങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് ഇതിനെയാണ് പറയുന്ന ആഡ് എക്സ്റ്റൻഷൻസ്. ആഡ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ ആഡ്സ് ആൻഡ് എക്സ്റ്റൻഷൻ കണ്ട, അതില് എക്സ്റ്റൻഷൻ കണ്ട, അവിടെ പ്ലസ് അടിക്കുക, ക്ലോസ് ചെയ്യും, ലീവ്. കോൾ ഔട്ട്, കോൾ എക്സ്റ്റൻഷൻ കണ്ടോ? നാലാമത്തെ ക്ലിക്ക് ചെയ്യും. നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യും, ഫോൺ നമ്പർ കൊടുക്കുക,
സേവ് ചെയ്യും. അവിടെ പ്രിവ്യൂ ഉണ്ടോ? ക്ലിയർ ആയോ? ഇതിനെയാണ് എന്ത് പറയണേ? എന്താ പറയണേ? കോൾ എക്സ്റ്റൻഷൻ. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന്റെ നിങ്ങളെ ബുക്ക് ആ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് പ്രദീപ് മോളില് സൈറ്റ് എടുത്തേ. നമ്മുടെ സൈറ്റ് എടുക്കുക. ക്ലോസ് ചെയ്യും. 4 സൈറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. ഒന്നാമത്തെ സൈറ്റ് ലിങ്ക് എന്ന് പറയുന്നത് കോണ്ടാക്ടസ്. കോണ്ടാക്ടസ് ഉണ്ടോ? അപ്പൊ കോണ്ടാക്ടസ് എന്ന് എഴുതണം. എന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കോണ്ടാക്ടസിന്റെ പേജിലേക്ക് പോകണം. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്പർ 1 SEO ഇൻസ്റ്റിറ്റ്യൂട്ട്. മുകളിൽ യെല്ലോ കളർ ഉണ്ടോ? അത്. ഓക്കെ. മൂന്നാമത്തെ ആഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് സൈറ്റ് ലിങ്ക് എന്ന് പറയുന്നത് അപ്ലൈ ഓൺലൈൻ. ഓക്കെ. നാലാമത്തെ എന്ന് പറയുന്നത് ഹയർ മീ. ആദ്യത്തെ ആഡ് എക്സ്റ്റൻഷൻ ഏതാ? കോണ്ടാക്ടേഴ്സ്. കണ്ടോ? റൈറ്റ് സൈഡ് കാണിക്കും. ഇനി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തില്ലേ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി? അത് എടുത്തേ ആ ടാബ്. കണ്ടാ? ഇവിടെ റെഡി ടു ഓക്യുപ്പൈന്റെ സ്ഥാനത്താണ് നമ്മളിവിടെ കോണ്ടാക്ടേഴ്സ് എഴുതിയത്. റെഡി ടു ഓക്യുപ്പൈയുടെ സ്ഥാനത്ത് 2 ലൈൻ കണ്ടോ? ഫ്ലാറ്റ് അവൈലബിൾ ആയിട്ട് പ്രൈം ലൊക്കേഷൻസ് ആലുവ, കാക്കനാട്, എടപ്പള്ളി എന്നുള്ളത്. അതെ. അത് വീണ്ടും നമ്മുടെ ക്യാമ്പയിൻ എടുത്തേ. അപ്പൊ കോണ്ടാക്ട് അതിന്റെ താഴെ എഴുതാ കേരളാസ് ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ലീഡിംഗ് SEO ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് എഴുതിക്കോണേ. ഇനി താഴെ ഡിസ്ക്രിപ്ഷൻ 2 എഴുതാം. അവർ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് സൂൺ. ഇനി ഫൈനൽ URL എന്ന് പറഞ്ഞതാ ആ കോണ്ടാക്ടേഴ്സിന്റെ URL കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ പറഞ്ഞ ബാക്കിയുള്ള 3 എണ്ണത്തിന്റെയും കൂടി നിങ്ങൾ സൈറ്റ് ലിങ്ക് എക്സ്റ്റൻഷൻ ഉണ്ടാക്കണം. അടുത്ത താഴെ സൈറ്റ് ലിങ്ക് 2 എന്താ? അപ്ലൈ ഓൺലൈൻ. സൈറ്റ് ലിങ്ക് 3 നമ്പർ 1 SEO ഇൻസ്റ്റിറ്റ്യൂട്ട്. സൈറ്റ് ലിങ്ക് 4 ഹയർ മീ. ആ പേജിന്റെ URL കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ 1 ഉം 2 നിങ്ങൾ വെറുതെ എഴുതണം. എന്നിട്ട് താഴെ സേവ് ചെയ്യണം. കോൾ എക്സ്റ്റൻഷൻ കാണിക്കുന്നല്ലേ? അതെ. ഇതിങ്ങനെ പ്രിവ്യൂല് വന്നിട്ടുണ്ട്. അതെല്ലാവർക്കും വരും. അല്ല, ആദ്യം ഒരാൾ സെർച്ച് ചെയ്തപ്പോൾ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അവിടെയല്ല, അത് ആഡ്സിലാണ്. ആഡ്സിൽ വന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പ്രിവ്യൂ ഉണ്ടാവില്ല എപ്പോഴും. എക്സ്റ്റൻഷനിലാണ്. ആഡ് എക്സ്റ്റൻഷൻ പ്ലസ് അടി. കോൾ ഔട്ട് എക്സ്റ്റൻഷൻ എന്താന്ന് പറഞ്ഞാൽ കോൾ ഔട്ട്. ശ്രദ്ധിക്കുക. ഫ്ലാറ്റ്സ് ഇൻ കൊച്ചിൻ അടിച്ച് ഗൂഗിൾ എടുത്ത് നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഇവിടെ കോൾ വേണ്ട, നിങ്ങൾ വീണ്ടും ക്യാമ്പയിൻ എടുത്തേ. കോൾ ഔട്ട് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ 1 ഉം ഡിസ്ക്രിപ്ഷൻ 2 ഉം കഴിയുമ്പോൾ അതിന്റെ കൂടെ വരുന്നതാ. നമ്മുടെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കാണിക്കുക. അവിടെ എഴുതിക്കോ വേണമെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ട്രെയിനർ. കണ്ട? റൈറ്റ് സൈഡ് കാണണ്ട? ആ ഡിസ്ക്രിപ്ഷൻ 1 ഉം 2 ഉം കൂടെ വരുന്നതാ. കോൾ ഔട്ട് 2 ലൈവ് പ്രൊജക്ട്. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. അടുത്തത് സർട്ടിഫിക്കേഷൻസ്. സേവ് ചെയ്യാം. ക്ലിയർ ആയോ? അതായത് നമ്മുടെ ഫീച്ചേഴ്സ് കാണിക്കുക. നമ്മുടെ ഫീച്ചേഴ്സ് കാണിക്കുമ്പോൾ ആഡ് കുറച്ചും കൂടി വലുതാവാണ്. അതാണ് ആഡ് എക്സ്റ്റൻഷന്റെ പ്രത്യേകത. ഫീച്ചേഴ്സ് കാണിക്കുമ്പോൾ നമ്മുടെ ആഡും കുറച്ചും കൂടി ആൾക്കാർ ക്ലിക്ക് ചെയ്യും. വീണ്ടും പ്ലസ് അടി. സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ് എക്സ്റ്റൻഷൻ അടിച്ചേ.
സെലക്ട് ഹെഡർ ടൈപ്പ് ഉണ്ടോ? താഴെ 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 സെലക്ട് ഹെഡർ ടൈപ്പ്. കോഴ്സസ് സെലക്ട് ചെയ്ത് കോഴ്സസ് നിങ്ങൾക്ക് അവിടെ എഴുതാൻ വേണമെങ്കിൽ എഴുതാം. SEO താഴെ പേപ്പർ ക്ലിക്ക്, സോഷ്യൽ മീഡിയ ട്രെയിനിങ്. ക്ലിയർ ആയോ? ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. സേവ് ചെയ്യാം. ക്ലിയർ ആയില്ല? ഇനി വീണ്ടും പ്ലസ് അടിച്ച് പയ്യെ താഴേക്ക് വന്ന് ഏറ്റവും അടിയിൽ ഓഫർ കണ്ടോ? Promotion extension. Promotion extension. കണ്ടാ? മനസ്സിലായോ? നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. അതായത് ഒക്കേഷൻ സെലക്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ഒക്കേഷൻ ആണെങ്കിൽ അടുത്തത് ഇപ്പൊ വന്ന ഒക്കേഷൻ ആണെങ്കിൽ എൻഡ് ഓഫ് സീസൺ കൊടുത്തോളൂ. എൻഡ് ഓഫ് സീസൺ. ഓക്കെ. കറൻസി അത് വേണമെങ്കിൽ ഈ ഇന്ത്യൻ റുപ്പിയിലേക്ക് ആക്കുക. INRD. മോണിറ്ററി ഡിസ്കൗണ്ട് അവിടെ കൊടുത്തു വേണമെങ്കിൽ 5000. കണ്ടാ? ഒരു ആഡ് പ്രിവ്യൂ ആണുണ്ടോ? ഇനി ഐറ്റം വേണമെങ്കിൽ കൊടുത്തോ SEO ട്രെയിനിങ്. കണ്ട 5000 ഓഫ് SEO ട്രെയിനിങ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ആ URL കൊടുക്കാം. വെബ്സൈറ്റിൽ URL വേണമെങ്കിൽ കൊടുക്കാം. അത് കൊടുത്തോ. ഇനി ആ പ്രൊമോഷണൽ ഡീറ്റെയിൽസ് എടുത്ത് അത് വേണ്ട. പ്രൊമോ കോഡ് വേണമെന്നില്ല. വേണമെങ്കിൽ പ്രൊമോ കോഡ് കൊടുക്കാം. ഓക്കെ. ഇനി ഡേറ്റ് കൊടുക്കാം. സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്. താഴേക്ക് വന്ന് സേവ് ചെയ്യാം. ക്ലിയർ ആയോ? ആഡ് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യണേ? ഓൾ ക്യാമ്പയിൻ എടുത്ത് ലെഫ്റ്റ് സൈഡിലെ ക്യാമ്പയിൻ എടുക്ക്. ഒരു ക്യാമ്പയിൻ ഓപ്പൺ ചെയ്തേ. ഓക്കെ, ഒരു മിനിറ്റ്. ലെഫ്റ്റ് സൈഡില് മോർമ ക്ലിക്ക് ചെയ്ത് മോർ ആഡ് ഷെഡ്യൂൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ആഡ് അതിൽ എഴുതിയിട്ടുണ്ട് കണ്ട, യുവർ ആഡ്സ് ആർ എലിജിബിൾ ടു ഷോ ഓൾ ദ ടൈം. നിങ്ങളുടെ ആഡ് ഫുൾ ടൈം 24/7 നിങ്ങളുടെ ആഡ് ഇപ്പൊ വരുന്നുണ്ട്. അതുകൊണ്ട് ആ ബ്ലൂ ലൈൻ കണ്ട ഫുൾ. നിങ്ങൾക്ക് താഴെ ഒരു പെൻ കണ്ട, പെൻ അത് ക്ലിക്ക് ചെയ്യും. മോളിൽ ഓൾ ഡേയ്സ് എന്നുണ്ട. അവിടെ നിങ്ങൾ വേണമെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ സെലക്ട് ചെയ്തേ, എന്നിട്ട് താഴെ സേവ് ചെയ്യും. കണ്ട? അപ്പൊ മൺഡേ ടു സാറ്റർഡേ സൺഡേ നിങ്ങളുടെ ആഡ് വരുന്നില്ല. താഴെ ഇതുണ്ട്, ഗ്രാഫ് കണ്ട മോളിലെ താഴെ കണ്ട സാറ്റർഡേ സൺഡേ, അതിൽ ആഡ് ലൈവ് അല്ല. ഇങ്ങനെ നിങ്ങൾക്ക് ആഡ് സെറ്റ് ചെയ്യാം. ഒന്നും കൂടി പെൻമ ക്ലിക്ക് ചെയ്തേ. മൺഡേ ടു ഫ്രൈഡേ ടൈം സെറ്റ് ചെയ്യാം. മൺഡേ ടു ഫ്രൈഡേ തന്നെ 10 PM ടു 10 AM ടു 5 PM സെറ്റ് ചെയ്യാം. 10 AM ടു 5 PM. താഴേക്ക് സ്ക്രോൾ ചെയ്ത് 5 PM. കണ്ടാ? സേവ് ചെയ്യും. കണ്ടാ? ആ ബ്ലൂ ഒന്നൊക്കെ കണ്ടാ? ആ ടൈമിങ്ങിൽ മാത്രമേ ആഡ് ലൈവ് ആണെന്നുള്ളൂ കാണിക്കാൻ. ഏറ്റവും കുറവ് ബിസിനസ് നടക്കുന്നത് സൺഡേ ആണ്, ഹോളിഡേയില്. കാരണമുണ്ട്. നിങ്ങൾ സൺഡേ എപ്പോഴും ഔട്ടിംഗ് ആയിരിക്കും, ഫാമിലി ആയിട്ടിരിക്കും. നിങ്ങൾ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ വളരെ കുറവ് ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾ ടാക്റ്റിക്കലി നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. നിങ്ങളുടെ ബഡ്ജറ്റ് ഏറ്റവും സമയത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടാവുന്ന സമയത്ത് കൊണ്ട് ഇട്ടാലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ വരൂ.
നിങ്ങൾ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവരുടെ എഫക്റ്റീവ് ടൈം കണ്ടുപിടിച്ച് ആ ടൈമിങ്ങിൽ നിങ്ങൾ ആഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് മൺഡേയിൽ മാത്രം എൻ്റെ ആഡ് വന്നാൽ മതി. അവിടെ ബുക്കിൽ എഴുതാം എല്ലാവരും. മൺഡേയിൽ മാത്രം ആഡ് വരാൻ പാടുള്ളൂ. അത് വരേണ്ടത് രാവിലെ 8 മണി തൊട്ട് രാവിലെ 8 മണി തൊട്ട് 10 മണി വരെ ആഡ് വരണം രാവിലെ. ഉച്ച കഴിഞ്ഞ് 3 PM to 5 PM ആഡ് വരണം. രാത്രി 8 PM to 9 PM ആഡ് വരണം. ഒരു ദിവസം തന്നെ 3 പ്രാവശ്യമായിട്ട് ആഡ് വരണം.